നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ടിൽ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. ഏറ്റെടുത്ത പ്രവർത്തന മണ്ഡലങ്ങളിൽ അനുകൂലമാകും വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച കർമ്മപദ്ധതികൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി പൂർണ്ണ വിജയം കൈവരിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും യോഗമുണ്ട്. പുതിയ വിദ്യാഭ്യാസ പദ്ധതിക്ക് ചേരുവാനുള്ള അവസരമുണ്ടാകുന്നത് വഴി ഉദ്യോഗത്തിൽ രാജിക്കത്ത് നൽകി രാജിവെച്ച് പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. മാതാപിതാക്കളുടെ തൃപ്തിക്കനുസരിച്ച് ഉദ്യോഗമാറ്റത്തിന് അപേക്ഷ നൽകുവാനും അത് ഫെബ്രുവരി മാസം മുതൽ ഫലപ്രാപ്തി നേടുവാനും യോഗം കാണുന്നു. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും സ്ഥിരതാമസമാക്കുവാനും യോഗം കാണുന്നു. വേണ്ടപ്പെട്ടവർ നിർദ്ദേശിക്കുന്നതും തുടങ്ങിവെക്കുന്നതുമായിട്ടുള്ള കൂട്ടായ്മയിൽ പങ്കെടുത്ത് പുതിയ കാർഷികമായിട്ടുള്ള സമ്പ്രദായം ആവിഷ്കരിക്കുവാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. 2013 ആണ്ടിൽ തുടങ്ങിവെച്ച ചില കരാറ് ജോലികൾ പൂർത്തീകരിച്ച് ഈ വർഷത്തിൽ അതിനുള്ളൊരു പരിണത ഫലം ഉണ്ടാകുവാനും തന്മൂലം പുതിയതായിട്ടുള്ള ചില കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുവാനും യോഗം കാണുന്നു. ആധുനിക സമ്പ്രദായവും ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ കർമ്മപദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് പാരമ്പര്യ പ്രവർത്തികളിൽ വ്യാപൃതനാവുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനുള്ള യോഗം കാണുന്നു. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരതാമസാനുമതി ലഭിക്കും. വ്യവസ്ഥകൾ പാലിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ സ്വല്പം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടോ നിസ്സാര കാര്യങ്ങളെ കൊണ്ടോ ഒരുപക്ഷെ ദാമ്പത്യപരമായിട്ട് സ്വല്പം അനിഷ്ടമായിട്ടുള്ള പ്രതികരണങ്ങൾ ദമ്പതികൾക്കുണ്ടാകുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുകയും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഏതൊരു കാര്യത്തെയും അവലംബിക്കുന്നതും ദമ്പതികളിലുള്ള അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. ബന്ധുമിത്രാദികളുടെ നിന്നും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുമെങ്കിലും അവരോട് വൈമുഖ്യം കാണിക്കാതെ ലോക്യ മനോഭാവം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മാതാവിനോ ബന്ധുക്കൾക്കോ ഒരുപക്ഷെ പല പ്രകാരത്തിലും അസുഖങ്ങളുണ്ടാകുന്നത് വഴി സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഉദ്യോഗം നഷ്ടപ്പെടുമോ എന്ന അനാവശ്യമായിട്ടുള്ള ആധികളെല്ലാം ഒഴിവാക്കി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി തൊഴിൽപരമായിട്ടുള്ള ഈ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. എന്നാൽ 2017 സെപ്റ്റംബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് രോഹിണി നക്ഷത്രക്കാരെ എല്ലാ കാര്യങ്ങളിലും വളരെ നിയന്ത്രണം വേണം. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്നത് ഗുണകരമായി തീരുകയില്ല. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. വേണ്ടപ്പെട്ടവർ വിരോധികളായി തീരും. കഫ നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. അതുകൊണ്ട് സെപ്റ്റംബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് ഇവരെ എല്ലാ പ്രകാരത്തിലും ആത്മനിയന്ത്രണം, ഈശ്വര പ്രാർത്ഥനകൾ എന്നിവ നടത്തി ഗുരു കാരണവന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതും അവലംബിക്കുന്നതും ഒരു പരിധിവരെ ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. ഈ ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതോ ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവേശിക്കുന്നതോ രോഹിണി നക്ഷത്രക്കാർ 2017 സെപ്റ്റംബർ മുതൽ ഒരു വർഷത്തേക്ക് ഉചിതമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.